കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധിച്ച് ഈ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മേലൂർ പള്ളിനടയിൽ ഒരു സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ MLA നേതൃത്വത്തിൽ നടത്തിയ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളിത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി വാങ്ങിയതാണ്. ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം ശ്രദ്ധയോടെ നിങ്ങൾ മറിച്ചു നോക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് അദ്ദേഹം കുറേ കോടികളുടെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കോടികളുടെ കണക്കിന് ഒപ്പം നിങ്ങൾ ഗ്രാമപഞ്ചായത്തുകളുടെ പേരും വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേര് വളരെ കുറവ് പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു റോഡ് ഇപ്പൊ നമ്മൾ അവസാനത്തിന് മുമ്പത്തെ ഒരു പേജിനകത്തുള്ള ഈ ഒരു MLA പ്രത്യേക വികസന നിധി 2021-24 പുരോഗമിക്കുന്നവ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് മേലൂർ പഞ്ചായത്തിന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. മാമറ്റം ചെറുമറ്റം റോഡ് 8 ലക്ഷം രൂപ. അപ്പൊ 0.8 കോടി 0.08 കോടി രൂപ എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പേരാണ് നിങ്ങൾക്ക് പുതിയതായി വന്ന MLA പേരിൽ ഈ പുസ്തകത്തിനകത്ത് ആകെ കാണാൻ കഴിയും. പിന്നെ ഇതിനകത്ത് 3-4 റോഡുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പൂർത്തീകരിച്ചവ എന്ന് പറഞ്ഞിട്ടാണ് കല്ലുകുത്തി കലവറക്കടവ് റോഡ്, മുരുങ്ങൂർ പാലമുറി പള്ളിനട റോഡ്, മേലൂർ പാലപ്പിള്ളി റോഡ്, മേലൂർ പാലപ്പിള്ളി നാലുകെട്ട് റോഡ്, കാലടി വെട്ടുകടവ് റോഡ്. ഇത്രയും റോഡുകളുടെ പേര് അതിനകത്തുണ്ട്. തുടക്കത്തിൽ തന്നെ ഉണ്ട് ആ പുസ്തകത്തിന്റെ. പക്ഷെ ഇത് ഈ മേലൂരിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഇത് ദേവസ്വേട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് ആരംഭിച്ച റോഡുകളാണ്. ആരംഭിച്ച റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് AS-ഉം എല്ലാം വാങ്ങിയിട്ടുള്ളത് ദേവസ്വേട്ടന്റെ കാലത്ത് തന്നെയാണ്. അതിൽ നമ്മൾക്കത് ഇതിന്റെ കൃത്യമായ രേഖയും നമ്മുടെ കയ്യിലുണ്ട്. ദേവസ്വേട്ടൻ തുടങ്ങി വെച്ച അദ്ദേഹം പോകുന്നതിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡുകളാണ്. അതാണ് അദ്ദേഹത്തിന്റെ വികസന രേഖയ്ക്കകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളായി കാണിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായും ദേവസ്വേട്ടന്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. MLA വന്ന് 4 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം മേലൂർ പഞ്ചായത്തിനായി അദ്ദേഹത്തിന്റെ വികസന രേഖയിൽ പറഞ്ഞിട്ടുള്ള ഇതിനപ്പുറം ചെയ്തു എന്ന് പറയുന്നത് 2 മിനിമാസ്റ്റ് ലൈറ്റ് ആണ്. ഒന്ന് കാലടി അമ്പലത്തിനകത്ത് ഒരു മിനിമാസ്റ്റ് ലൈറ്റ് തന്നിട്ടുണ്ട്. മറ്റൊന്ന് നമ്മളുടെ ഗ്രൗണ്ടിനകത്ത് ഒരു മിനിമാസ്റ്റ് ലൈറ്റും. ഇപ്പോൾ ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാലപ്പിള്ളിക്കകത്ത് ഒരു ലൈറ്റും തന്നിട്ടുണ്ട്. ഇതാണ് MLA വിഹിതമായി ഈ 4.5 വർഷക്കാലത്തിനിടയിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിന് ആകെ ലഭിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് ഒന്ന് മറച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ആണ് ഈ മാമറ്റം ചെറുമറ്റം റോഡ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു 5-6 പേജ് മുകളിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി മാമറ്റം ചെറുമറ്റം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എനിക്ക് തന്നെ ഇത് വായിച്ചപ്പോൾ കൺഫ്യൂഷനായി. 2 പ്രാവശ്യം 8 ലക്ഷം രൂപ മേലൂർ പഞ്ചായത്തിന് തന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് പരിശോധിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം തന്നിട്ടുള്ളൂ, ആകെ 8 ലക്ഷം രൂപയെ തന്നിട്ടുള്ളൂ. അതിന് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കുറെ പേരുകൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു ചോദിച്ചു, ഇത് നിങ്ങൾക്ക് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഒരു സെന്റ് തോമസ് റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 14 കോടി 0.14 കോടി രൂപ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 14 ലക്ഷം രൂപ. അപ്പൊ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു, അതിപ്പോ കാടൂറ്റി പഞ്ചായത്തിന്റെ വൈന്തല മേഖല 16-ാം വാർഡിനകത്ത് കിട്ടിയിട്ടുള്ളത് 1 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ, പക്ഷെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചില എന്താ പറയാ മാജിക്കുകൾ ഈ കണക്കിനകത്തുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു MLA-ക്ക് ഒരു വർഷം 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും പ്രത്യേക വികസന ഫണ്ട് 1 കോടി രൂപ 6 കോടി രൂപ ഒരു വർഷം കിട്ടുന്ന ഒരു MLA 4 വർഷം പിന്നിടുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന് ആകെ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം 10 ലക്ഷം രൂപ ഇതിനകത്ത് നമുക്ക് ഈ പ്രൊജക്ടിന് ബിപിൻ രാജ് മെമ്പറുടെ വാർഡിനകത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് തെറ്റി അടിച്ചിട്ടുള്ളത്, ഇതിനകത്ത് കോടശ്ശേരി പഞ്ചായത്ത് എന്നാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. ഞങ്ങളോട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ടുള്ളത് അത് തെറ്റാണ്. ആ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടിയതാണ്. കിട്ടിയ കാര്യം നമ്മൾ കിട്ടിയില്ല എന്ന് പറയില്ല, അത് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പുസ്തകം ഒന്ന് ശ്രദ്ധാപൂർവം മടക്കി നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും വലിയൊരു രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വലിയൊരു വിവേചനവും ആണ് മേലൂർ ഗ്രാമപഞ്ചായത്തിനോട് MLA നടത്തിയിട്ടുള്ളത്. 4.5 വർഷക്കാലത്തിനിടയിൽ നമുക്ക് യാതൊന്നും മേജർ പ്രോജക്ട്സ് ആയിട്ട് യാതൊന്നും നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടോ എന്ന്. പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജെക്സ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. നമുക്ക് അവിടെ ഒരു നല്ല ഗ്രൗണ്ട് ഇല്ല. നമുക്ക് സ്ഥലത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രപ്പോസൽ
നമ്മൾ സ്പോർട്സ് അക്കാഡമിയെ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോയി അപേക്ഷ കൊടുത്തിട്ടാണ് സ്പോർട്സ് അക്കാഡമി, സ്റ്റേറ്റ് സ്പോർട്സ് അക്കാഡമിയുടെ വിദഗ്ധർ വന്നിട്ടാണ് നമുക്ക് അതിന് DPR തയ്യാറാക്കി തന്നത്. നമുക്ക് 84 സെന്റ് സ്ഥലമുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി DPR തയ്യാറാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തുക MP യോടും MLA യോടും ആവശ്യപ്പെട്ടതാണ്. നമുക്ക് അതിനൊരു തുക തന്നിട്ടില്ല. നമ്മുടെ ഉള്ള സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് നവീകരണവുമായി ബന്ധപ്പെട്ട് അതിന് നമുക്ക് സൈഡിൽ നമ്മളെന്താ പറയുക അതിർത്തി ഫിക്സ് ചെയ്തിട്ട് ഒരു നെറ്റൊക്കെ ഇട്ട് കുട്ടികൾക്ക് അപ്പുറത്തെ വീടുകൾക്ക് അസൗകര്യമില്ലാത്ത രീതിയിൽ കളിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് നമ്മളൊരു പദ്ധതി ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം തന്നിട്ടില്ല. അപ്പൊ എല്ലാ വർഷവും നമ്മൾ ഈ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ ഒരു പ്രപ്പോസൽ നമ്മൾ ആൾക്ക് കൊടുക്കാറുണ്ട്. റോഡുകളുടെയും എല്ലാം അടങ്ങുന്നത്. ഇതുവരെ നമുക്കൊരു പരിഗണന ലഭിച്ചിട്ടില്ല. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു മണ്ഡലത്തിൽ ഒരു ഗ്രൗണ്ട് നവീകരണം എന്നുള്ള സമയത്ത് ഒരു ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം വന്ന സമയത്ത് നമ്മൾ മേലൂരിനെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പരിഗണിച്ചില്ല. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ബഡ്ജറ്റിന് മുമ്പ്, നിങ്ങൾക്കറിയാം ദേവസ്വേട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് ബഡ്ജറ്റിന് മുമ്പ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരെ വിളിച്ച് അവരോട് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിക്കകത്ത് പ്രധാനമായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ച് അത് എഴുതി കൊടുക്കുന്നു. അതനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു പോയതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു പഞ്ചായത്തിനെ മാറ്റി നിർത്താതെ വികസന പ്രവർത്തനങ്ങൾ വാലറ്റം വരെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് കാണുന്ന ചാലക്കുടിയെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹം അതിന്റെ ഒപ്പം നിൽക്കുമായിരുന്നു. എപ്പോ ചെന്ന് ദേവസ്വനോട് ചോദിച്ചാൽ ഒരു ഫയൽ, ഇന്ന പാലത്തിന്റെ ഫയൽ എവിടെയാണ്, ഇന്ന റോഡിന്റെ ഫയൽ എവിടെയാന്ന് വെച്ചാൽ കൃത്യ ആള് പറയും ഇന്ന ആളുടെ മേശപ്പുറത്താണ് ഇത്ര കാര്യം കൂടി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ IS കിട്ടി ഇന്ന കാര്യമായി എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് വലിയ കൊട്ടിഘോഷിച്ച് കൊടുത്തിട്ടുള്ള മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡ്, അതുപോലെ തന്നെ മേലൂർ പാലപ്പള്ളി റോഡൊക്കെ ദേവസ്വേട്ടൻ പോണ സമയത്ത് ഉദ്ഘാടനം എന്താ പറയുക നിർമ്മാണോദ്ഘാടനം നടത്തിയ സാധനമാണ്. എന്താ ഈ 4 വർഷത്തിന് ഇപ്പുറം അതിന്റെ അവസ്ഥ? എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ, അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ഇടപെടലും MLA നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ റോഡ് തന്നെ മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡ് ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ എന്താ പറയാ അതിന്റെ ടെൻഡർ എടുത്തിരുന്ന ആളെ, കൊട്ടേഷൻ എടുത്തിരുന്ന ആളെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതൊരു റീടെൻഡർ ചെയ്യാൻ ആവശ്യമായ ഒരു ഇടപെടലിന് ഞങ്ങൾ നിരന്തരം തിരുവനന്തപുരത്ത് പോയി കിഫ്ബിയുടെ ഓഫീസും KRFBയുടെ ഓഫീസിന് കാണുകയും PDനെയും മിനിസ്റ്ററുടെ ഓഫീസിന് യോഗം വിളിച്ചു ചേർക്കേണ്ടൊക്കെ സാഹചര്യം വരികയാണ്. MLA അതിനകത്ത് യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നിടത്തേക്ക് മാറാണ്. കാഞ്ഞിരപ്പള്ളി പാലം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസമായിട്ടുള്ള സമയത്ത് പ്രഖ്യാപിച്ച പാലാണ്. 100 കോടി രൂപ അതിന് മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ ഈ സമയം വരെ അതിന്റെ യാതൊരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ MLA ഇടപെടുന്നില്ല. അപ്പൊ നമുക്ക് മേലൂർ പാലമുറി റോഡ് നമ്മൾ ഇതിന്റെ ടെൻഡറൊക്കെ കഴിഞ്ഞ് നിർമ്മാണം കാസർഗോഡുള്ള ഒരു ടീമാണ് അത് എടുത്തിരുന്നത്. അവർ വന്ന് പണി ആരംഭിച്ചതാണ്. ഇടയിൽ വെച്ചിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. അപ്പൊ നമുക്ക് ഒരു ഫണ്ട് തരുന്നില്ല എന്ന് മാത്രമല്ല, ദേവസ്വന്റെ കാലത്ത് അനൗൺസ് ചെയ്ത് ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ പോലും ഈ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റെടുക്കാനായിട്ട് MLA തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപമാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് വലിയ വികസന എന്താ പറയാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വലിയ അക്ഷരത്തിൽ അടിച്ചു വെച്ചിട്ടുള്ള ഒന്ന് നവകേരള സദസ്സാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിന്റെ അവസാന ഭാഗത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പേജുകളുടെ അവസാന ഭാഗത്തായിട്ട് നവകേരള സദസ്സ് എന്നൊരു ഭാഗം കാണാം. അദ്ദേഹം ഈ നവകേരള സദസ്സിനകത്ത് പങ്കെടുത്തിട്ടില്ലാതെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് ബഹിഷ്കരിച്ച ആളാണ്. അത് ആള് വലിയ നേട്ടമായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് 1000 കോടി രൂപ ഗവൺമെന്റ് മാറ്റിവെക്കുന്നു റോഡുകൾക്ക് വേണ്ടിയിട്ട്, ഗ്രാമീണ റോഡുകളുടെ നവീകരണം എന്ന് പറഞ്ഞിട്ടാണ്. അത് ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. ആ പദ്ധതി MLAയുടെ ആസ്തി വികസന ഫണ്ടോ ഡെവലപ്മെന്റ് ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല, സംസ്ഥാന സർക്കാർ പ്രത്യേകം നൽകുന്ന ഫണ്ട്. അതിൽ നിന്ന് നമുക്ക് 3 റോഡുകൾക്ക് ഇപ്പോൾ അദ്ദേഹം പൈസ തന്നിട്ടുണ്ട്. അതല്ലാതെ ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപയും വികസന ഫണ്ട് 1 കോടി രൂപയും വെച്ച് വർഷത്തിൽ 6 കോടി കിട്ടുന്നതിൽ നിന്ന് മേലൂരിന് യാതൊരുവിധ പരിഗണനയും ലഭിച്ചിട്ടില്ല. അടിപ്പാത വലിയ അക്ഷരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അടിപ്പാത പേരാമ്പ്ര, മുരിങ്ങൂര്, ചിറങ്ങര, കൊരട്ടി അടിപ്പാതകൾ അദ്ദേഹത്തിന്റെ വികസന നേട്ടമായിട്ട് അദ്ദേഹത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വികസന നേട്ടം എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അറിവോടും എന്താ പറയാ കൂടിയാണല്ലോ നടക്കുന്നപ്പോ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഈ ചാലക്കുടിയിൽ നിന്ന് ഒന്ന് അങ്കമാലി വരെ പോയി വരാൻ കഴിക്കുന്ന പാഠം എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമ്മള് മേലൂരിനകത്ത് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട MLAയും MP-നെയും ഒക്കെ നേരിട്ട് കണ്ട് നമ്മൾ അവിടെ അടിപ്പാതയല്ല ആവശ്യമെന്നും മേൽപ്പാലമാണെന്നും ഒരു 1/2 മീറ്റർ കൂടി ഉയർത്തി പാലം പണിതാലാണ് നമുക്ക് അവിടുത്തെ മേലൂരിന്റെ ഒരു വികസന സാധ്യതയ്ക്ക് അനുസരിച്ച് വലിയ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പറയാ നമ്മൾ ഉൽപ്പന്നങ്ങളും
അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വലിയ വാഹനങ്ങളും കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. ആ നിലയ്ക്ക് അതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി പ്രാവശ്യം ഇടപെടാൻ ശ്രമിക്കുന്നു. നമ്മൾ സമരം നടത്തുന്നു, നമ്മൾ കോടതിയിൽ വരെ പോയിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കാതെ അതിലെ നമ്മൾ അവിടെ പാലം പണി ആരംഭിക്കരുത്, അത് വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകും എന്നും ആവശ്യപ്പെട്ടിട്ട്, നമ്മൾക്കറിയാം അർദ്ധരാത്രിയിൽ, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പല പ്രാവശ്യം നമ്മൾ അവിടെ പൊളിക്കാമെന്ന് തടസ്സപ്പെടുത്തി പിന്നീട് അർദ്ധരാത്രിയിലാണ് അവരത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഇതിനൊക്കെ പല പ്രാവശ്യം എം എൽ എയോട് ബന്ധപ്പെട്ടു. പക്ഷെ എം എൽ എ ഇതിനകത്ത് നമ്മൾ ആ ഒരു നാഷണൽ ഹൈവേയുടെ തീരുമാനത്തോട് യോജിച്ചു പോകുന്ന ഒരു തീരുമാനം എടുത്ത ആളാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഹൈവേയിൽ നമ്മൾ ഈ കാണുന്ന എല്ലാ ഗതാഗത കുരുക്കുകളും നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പണിയണ്ടെന്നൊന്നും പറഞ്ഞില്ല, നമ്മൾ നാടിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഞാനോ വൈസ് പ്രസിഡന്റോ നിങ്ങളടക്കമുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മളൊരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ 30 വർഷമെങ്കിലും മുന്നിൽ കണ്ടു വേണം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ 20 വർഷത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ആകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ എം പി എം എൽ എ അതിന് മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് അവിടെ പണി അവിടെ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നമുക്കറിയാം അതിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാതെ മണിക്കൂറുകളോളം നമ്മൾ ബ്ലോക്കിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമല്ല ആ പാലങ്ങളുടെ മുകളിൽ കിടക്കുന്ന മുഴുവൻ സ്റ്റാഫുകളും ഉണ്ട് കിടക്കുന്ന ഏത് സമയവും ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാക്കുന്നു. അതും എം എൽ എയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പുഷ്പഗിരി പാലപ്പിള്ളി റോഡിൽ 40-45 ലക്ഷം രൂപ, കാലടി സെൻട്രൽ റോഡ് 15 ലക്ഷം രൂപ, അതേമാതിരി തന്നെ പന്തൽപ്പാടം ഉന്നതി റോഡ് 17 ലക്ഷം രൂപ, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ടോട്ടല് 45, 75, 77 ലക്ഷം രൂപ. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല, കാരണം അത് പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. ആ പരിപാടിയെ തീർത്ത ആളാണ് ഈ പറയുന്ന എം എൽ എയും UDF സംവിധാനം എന്നുള്ളതാണ്.